ഹലോ കൂട്ടുകാരെ, ഇതെല്ലാം അഴിക്കുമ്പോൾ ലൈനെല്ലാം സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വയറെല്ലാം നമ്മൾ കണക്റ്റ് വിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ മോട്ടറിൻ്റേതായിട്ടുള്ള ഞെട്ടും ബോൾട്ടൊക്കെയാണ്. ഇത് 3 പിന്നെ ഇവിടുത്തെ ഉള്ള 3. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കണത് ഒരു 14 നമ്പറിൻ്റെ സ്പാനർ എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് അഴിക്കാം. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അഴിച്ച് വെച്ചേക്കാണ്, കാരണം മൊത്തം തുരുമ്പ് പിടിച്ച് ആകെ മെരടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഞെട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ അഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ മോട്ടർ ലേശം പുതിയതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഴിച്ചേക്കണത്. ഇവിടെ നിന്ന് സാധാരണ ഒരു മോട്ടർ എന്ന് പറയുമ്പോഴേക്കും വെള്ളമെല്ലാം വീണ് ആകെ തുരുമ്പ് പിടിച്ച് ആകെ മെനടായിട്ടിരിക്കുകയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ കട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വിഷയം വരും. അപ്പോൾ നമുക്ക് ഈ ഞെട്ടും ബോട്ടെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ആകെ എല്ലാം വെള്ളം വീണ് ആകെ മെനടാവും. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വെള്ളം കുറവാണ്, കാരണം വെള്ളം കയറാത്തൊരവസ്ഥയിലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചെടുക്കുകയാണ് ഞാനപ്പോൾ ഇത് തുരുമ്പിടിച്ചിരിക്കണതെല്ലാം ഞാൻ അഴിക്കാനായിട്ട് നോക്കണത്. ഇത് തുരുമ്പ് കളയാനുള്ളത് WD-40 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് തുരുമ്പുള്ളതെല്ലാം നമുക്ക് അത്യാവശ്യം കളയാനുള്ള ഇത് പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്പ് അങ്ങനെ അഴിച്ച് മാറ്റാം. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം വല്ല പൊട്ടി അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇടങ്ങറാവും. പിന്നെ നമുക്ക് ഇനി അഴിക്കേണ്ടത് നമുക്ക് ഈ ഒരു ഞെട്ടാണ്. ഇതൊരു 11 പോയിൻറ്റിൻ്റെ സ്പാനർ നമ്മൾ എടുക്കുന്നത്. അത് വെച്ച് നമുക്ക് ഇതാണ്ട് അഴിക്കാം. ഇതെല്ലാം മിക്കവാറും മോട്ടർ ആയതുകൊണ്ട് തുരുമ്പ് പിടിച്ച് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം അഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അഴിച്ച് വെച്ചേക്കായിരുന്നു നേരത്തെ, കാരണം എല്ലാം തുരുമ്പാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഞെട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാർട്സ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ എന്തെങ്കിലും തുരുമ്പായിരിക്കുമല്ലോ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചിറ്റികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആമറോ എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ചെടുക്കാം. ഞാൻ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ തുരുമ്പായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം കരടും ഇലകൾ അതുപോലുള്ള കല്ല് ചരല് ഇതുപോലുള്ള കംപ്ലീറ്റ് ഇതിനകത്ത് കയറിയിരിക്കും. അങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം മുകളിലേക്ക് പമ്പിങ് വരാത്തത്. സംഭവം മോട്ടർ ഇങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓവറായിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇതിൽ വെള്ളം വലിച്ച് മുകളിലേക്ക് കയറ്റിക്കോളും. അത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം അഴിച്ചതും എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒന്ന് കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് റീഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാം. അത് നമ്മൾ ആദ്യം അഴിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് ഫിറ്റ് ചെയ്ത് നമുക്ക് സ്ക്രൂവെല്ലാം ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് എല്ലാം ഈ സൈഡ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് ഈ ഒരു ക്യാപ്പാണ്. ഈ ക്യാപ്പ് നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോടത്ത് തന്നെ കൊണ്ട് ഫിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ശരി, പോവാം. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഞെട്ടും ബോൾട്ടൊക്കെ അതാ സ്ഥലത്ത് അങ്ങനെ ഫിറ്റ് ചെയ്യാം അല്ലേ? എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മോട്ടർ അടിച്ച് ഒന്ന് വെള്ളമടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.